അലക്കാളെ അമ്മയോ? എന്റെ ഒരു ആഗ്രഹമായിരുന്നു നല്ല വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടീനെ കൊണ്ട് എന്റെ മോനെ കല്യാണം കഴിപ്പിക്കണം. എന്തായാലും നടന്നു കിട്ടി. ഇപ്പൊ അല്ലേ മനസ്സിലായേ, വിദ്യാഭ്യാസം ഉണ്ടായോണ്ട് ഒരു കാര്യമല്ല, ഒരു ജോലി ഇല്ലാണ്ട്. ഈ മോളെ ജോലിയൊക്കെ കിട്ടിയില്ലേ? എനിക്ക് വലിയൊരാഗ്രഹമായിരുന്നു, എനിക്ക് മരുമോളായി വരുന്ന പെണ്ണിന് ഒരു ജോലി വേണം എന്നുള്ളത്. പിന്നെ എന്താന്ന് വെച്ചാലുണ്ടല്ലോ, മോളെ മുടി കാണുന്നവരെല്ലാരും എന്നോട് പറയാ എന്റെ മരുമൊക്കെ കോയി വാല് പോലത്തെ മുടിയാണല്ലോ. സാരമില്ല, നിങ്ങൾ അമ്മേനോട് പറയണം, ഒന്നിക്ക് എന്നെ പുകഴ്ത്താൻ അല്ലെങ്കിൽ കേട്ടാൻ. ഇത് രണ്ടും കൂടെ നടക്കൂല. നിനക്ക് അറിയില്ല അമ്മയുടെ സ്വഭാവം, ഞാൻ ക്ഷമിച്ചോളാ. അങ്ങനെ ഇപ്പൊ ക്ഷമിക്കാനൊന്നും വിചാരിച്ചിട്ടില്ല. എന്തായാലും അമ്മേനേക്കാളും മുടി ആക്കിയിട്ടുണ്ട് ബാക്കി കാര്യം. ഓ മുടിയാണോ പ്രശ്നം? ദേ നീ റീലും നോക്കി. ഇത് റോസ്മേരി വാട്ടർ അല്ലേ? ആടി, ഇതിപ്പോ എല്ലാരും ഉപയോഗിക്കുന്നതല്ലേ, നല്ല റിസൾട്ട് ഉണ്ടാവും. എനിക്ക് ഞാൻ വാങ്ങി തരട്ടെ? എനിക്കും വേണം. ഞാൻ ഇപ്പൊ തന്നെ ഓർഡർ ചെയ്ത് തരാം. ഇതാട്ടോ ആൽപ്സ് ഗുഡ്നെസിന്റെ റോസ്മേരി വാട്ടർ. ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പാട്ടോ. ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. മുടി കൊഴിച്ചിട്ട് തടയാനും മുടി നന്നായിട്ട് വളരാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇതൊരു വാട്ടർ ബേസ്ഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റും ആണ്, സ്കാൽപ്പിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ഇത് അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കുളിക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കുളിക്കാം. ഇത് നോൺ ഓയിലി ആണ്, നോൺ സ്റ്റിക്കി ആണ്. ഇത് 2-3 ദിവസം യൂസ് ചെയ്തുകൊണ്ട് വിസിബിൾ ആയിട്ട് റിസൾട്ട് കാണാൻ പറ്റുന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഒരു 10-12 ആഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കാണാം. ആൽപ്സ് ഗുഡ്നെസിന് തന്നെ റോസ്മേരി ഫോമിംഗ് ഷാമ്പൂ ഉണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഷാമ്പൂ ചെയ്ത് കുളിക്കുന്നത് നല്ലതാണ്. ഇത് purple.com, ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്മ എന്താക്കുക? ഞാൻ പുഴുള്ളിയാലും ഒക്കെ നുള്ളിക്കളയാളെ. അല്ല, ഇപ്പൊ മുടിയൊക്കെ നല്ലോണം വളരുന്നുണ്ടല്ലോ. എന്തോ തേക്കുന്നുണ്ടോ? ഇല്ല, ഇത് നാച്ചുറൽ ആയിട്ട് വന്ന തന്നെ അമ്മ. ഇപ്പൊ അത് മോളെ എനിക്കൊരു സമാധാനായത്. നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിലെത്തി ഈ മോളും. പക്ഷെ ഉണ്ടല്ലോ മോളെ വീടിന്റെ അല്ല അമ്മ, എനിക്ക് അമ്മേനോടൊരു കാര്യം പറയാണ്ട്. അമ്മേനെ പോലെ ഒരു അമ്മായിയമ്മേനെ കിട്ടിയത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. പക്ഷെ ഉണ്ടല്ലോ അമ്മ, എന്റെ കൊളീഗ്സിന്റെ ഒക്കെ അമ്മായിയമ്മമാരൊക്കെ റിട്ടയർഡ് ഉദ്യോഗസ്ഥരാ. എന്റെ അമ്മായിയമ്മയ്ക്കാണെ ജോലിയില്ല, കൂലിയില്ല, വിദ്യാഭ്യാസവും ഇല്ല, വിവരവും ഇല്ല. ഓരൊക്കെ എന്റെ അമ്മായിയമ്മ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നാണക്കേടാകാം. സാരല്ല, ഇനിയിപ്പോൾ അമ്മായി അമ്മേനെ മാറ്റിയെടുക്കാനൊന്നും പറ്റുമെന്നില്ലല്ലോ. കുഴപ്പമില്ല, പോട്ടെ അമ്മ.